ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ലെയറപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. നമ്മളെ കണ്ണൂർക്കാരുടെ പുതിയാപ്പിള സ്പെഷ്യൽ ആട്ടോ ഇത്. സംഭവം ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല, ടേസ്റ്റോ പറയാനില്ല. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടി ഞാനിതാ കുഞ്ഞരി ആട്ടോ എടുത്തിട്ടുള്ളത്. കുഞ്ഞരി നല്ലപോലെ കഴുകി ഇതാ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞരി എന്ന് പറഞ്ഞത് മനസ്സിലായോ? നെയ്ച്ചോറക്കുന്ന അരിയില്ലേ, അത് തന്നെ. ഞാനിവിടെ 2 ഗ്ലാസ് ആട്ടോ അളവെടുത്തിട്ടുള്ളത് അരി. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് 2 മണിക്കൂർ ഇതൊന്ന് കുതിരാൻ വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ 2 മണിക്കൂറിന് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ ഇത് അരച്ചെടുക്കുന്നത് ഈ വെള്ളത്തിലല്ല കേട്ടോ, നല്ല തേങ്ങാപ്പാലാക്കുമ്പോൾ കേട്ടോ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം. അതാ ഞാനിതാ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഞാൻ അരിയിട്ട് കൊടുക്കല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് അരിയാട്ടോ എടുത്തിട്ടുള്ളത്. 1 പിടി ചോറും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ആകെ ഈ 1 പിടി ചോറ് ധാരാളാട്ടോ. ചോറിടുന്നത് വീഡിയോ വിട്ടു പോയതാട്ടോ. ഇതാ ചോറും കൂടിയിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ലൂസിലാട്ടോ വേണ്ടത്. കുറച്ച് ലൂസ് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും നമ്മൾ ദോശൻ്റെ മാവ് പോലെ ആ ടൈറ്റ് വേണ്ട കേട്ടോ, കുറച്ചൊരു ലൂസായിട്ടാണ് വേണ്ടത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാട്ടോ ഞാൻ അരച്ചു എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ നമ്മളെ കേക്കൊക്കെ ചുടുന്ന ഇതില്ലേ, അതാട്ടോ ബേസ്, അതാട്ടോ ഞാനെടുത്ത്. നിങ്ങളെടുത്ത് ഇതില്ലെങ്കിൽ നിങ്ങളെടുത്ത് ഏതെങ്കിലും ടിഫിനൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്തിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം. ഞാൻ ഇതാ അതിൽ നെയ്യാട്ടോ ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്ന്ന് ഗീ ഇല്ലേ, പശു നെയ്യ്, അത്. ഇനി നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതിതാ 1 ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി പാത്രമില്ലേ, ഇഡ്ഡലി പാത്രം, അതിലിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ ആ ലെയർ നല്ല പോലെ വന്നതിന് ശേഷം ഇനി ഒന്നും കൂടി നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിമാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 സ്പൂണാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ ഈ 2 സ്കൈൽ ഓക്കെയാണ്. കൂടുതൽ നല്ല കട്ടി വരാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഇതാ ഇങ്ങനെ ഓരോ ലെയറും വേവിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊണ്ടേയിരിക്കുക. നെയ്യ് തടവാൻ വിട്ടു പോകരുത് കേട്ടോ. ഓരോ ലെയർ ഒഴിച്ചു കൊടുക്കുന്ന ടൈമും ആ ലെയർ വെന്തതിന് ശേഷം മാത്രം നെയ്യ് തടവാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്കിത് ഓരോ ലെയറും അടർത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ട് കിട്ടും കേട്ടോ, നമ്മളെ കൽത്തപ്പം പോലെ ഉണ്ടാവും. അങ്ങനെ ഇതാ സംഭവം ഇതാ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. എല്ലാ ലെയറും ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി വേവിക്കാൻ വെക്കണം കേട്ടോ. അങ്ങനെയാകുമ്പോൾ മൊത്തത്തിൽ എവിടെയെങ്കിലായിട്ട് വേകാനുണ്ടെങ്കിൽ അത് മൊത്തത്തിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ഇതാ മൊത്തത്തിൽ വെന്ത് നല്ല തണിഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, ഇത് നല്ല പോലെ തണിഞ്ഞതിന് ശേഷം മാത്രം ആ മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കുക കേട്ടോ. നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിനിതാ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിതാ തണിഞ്ഞതിന് ശേഷം മാത്രം ഇത് അടർത്തിയെടുക്കാനും കൂടി നോക്കാം കേട്ടോ. അങ്ങനെയാകുമ്പം ഇതേപോലെ സുഖസുന്ദരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാണ്ടാവുമ്പോൾ കിട്ടൂല കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് ഒരു പറ്റിപ്പ് ഉണ്ടാവുമോ എന്നുള്ളത്. പറ്റിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ടേസ്റ്റ് എന്ന് പറയാൻ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് സംഭവം നല്ല ടേസ്റ്റ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കണ്ട നോക്കിയാൽ നല്ല സോഫ്റ്റാണ്, അതേപോലെ വായിലിട്ട് അലിഞ്ഞു പോകും കേട്ടോ. പിന്നെ മാവ് കൂടുതൽ കട്ടിയിൽ എടുക്കരുത്. നമ്മളെ ദോശമാവ് പോലെ അത്ര കട്ടിയൊന്നും വേണ്ട കേട്ടോ. മാവിന് കുറച്ച് ലൂസിൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ലെയറിൽ വേണമെങ്കിൽ ഇതേപോലെ ലെയറപ്പായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അടുക്ക് മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കടികളും ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു മാവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഞാനിതാ ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കലാക്കണ്ട. പറ്റുന്നോ ഒന്നുമില്ല, പറ്റില്ലാണെങ്കിൽ ഈ ഒരു സ്പീഡിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാനിത് ഇവിടെ ബീഫ് കറിയിലാട്ടോ കഴിക്കുന്നത്. ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഐരക്കുട്ടിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നെസൂനൊക്കെ. നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അതിൻ്റെ ഫീഡ്ബാക്ക് പറയണം കേട്ടോ. നോമ്പൊക്കെ അല്ലേ. ഇങ്ങനെ ഇതാ ഞാൻ കഴിച്ചോക്കല കേട്ടോ. ഇപ്പം പറയുന്ന ടൈം എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഞാൻ പറയുന്ന അധിക സാധനം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വെള്ളം ഉണ്ടാക്കുന്നതിനെല്ലാം ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായ കാര്യങ്ങളാട്ടോ ഞാൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.